ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സോസേജ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്, അതും കേരള സ്റ്റൈൽ റെസിപ്പി. ഇത് നമുക്ക് രാവിലത്തെ ഫുഡിനൊപ്പം, ഉച്ചയ്ക്കത്തെ ഫുഡിനൊപ്പം, രാത്രിയിലത്തെ ഫുഡിനൊപ്പം കഴിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിനകത്ത് ഈ മസാലപ്പൊടിയൊക്കെ പറ്റി ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അത് മാത്രമായിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമാണ്. നമുക്കിതിൻ്റെ മസാല എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് സോസേജ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിരിക്കുകയാണ്. ഈ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ. ഞാൻ അതിൻ്റെ തണുപ്പ് മാറാനായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മസാല ഇനി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യാം, പക്ഷേ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് എരിവ് വേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടില്ല, കാരണം ഇവിടുത്തെ പച്ചമുളകിനൊക്കെ എന്ന് വെച്ചാൽ നല്ല എരിവാണ്. അന്നേരം ആ ഒരു എരിവ് മതി, അവർ തൊട്ട് നോക്കത്തില്ല എരിവാന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ. അവർ വേറെ അവർക്കിഷ്ടമുള്ള സാധനമൊക്കെ എരിവ് കൂടിയാലും അവർ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലുള്ള കറികളിൽ എരിവ് കൂടി അന്നേരം അത് മാറ്റി വെക്കും. അതുകൊണ്ട് ഞാൻ വെച്ചാൽ മുളക് പൊടിയുടെ എരിവ് മതി, അതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. എരിവ് വേണ്ടവർക്ക് പച്ചമുളകും ചേർക്കാവുന്നതാണ്. അങ്ങനെ അത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് അടച്ച് വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. അടച്ച് വെച്ച് വഴറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കാരണം അന്നേരം ഇതിനകത്ത് കിടന്ന് ഈ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അത് നല്ലതുപോലെ ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വേണം നമുക്ക് അതിനകത്ത് പൊടികളൊക്കെ ചേർക്കാം. എന്നിട്ട് നമുക്ക് അത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അതിന് തണുപ്പൊക്കെ സോസേജിൻ്റെ മാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു പാക്കറ്റിനകത്തൊരു 10 പീസാണ് വരുന്നത്. എന്നാൽ ആ 10 പീസ് നമുക്ക് ചെറുതായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ ഇതിനധികം വേവ് വേണ്ട, പെട്ടെന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് പോലും വേവ് വേണ്ട. എന്നിട്ട് അങ്ങനെ അതെല്ലാം നല്ലതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ മസാലയുടെ അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് എല്ലാ പൊടികളും കുറച്ച് മതി, കാരണം നമുക്കൊരു എൻ്റെ 1/2 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും ചിക്കൻ മസാലയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഞാൻ ഈ ചിക്കൻ ഫ്രൈസ് ആയതുകൊണ്ടാണ് ചിക്കൻ മസാല എടുത്തത്. നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് വഴറ്റിയതിന് ശേഷം മാത്രം ഓരോ പൊടിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഒരു പൊടി ഇട്ട് വഴറ്റുമ്പോഴത്തേക്ക് അടുത്ത പൊടി എടുക്കാറാകുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ കരിഞ്ഞു പോയാലോ. അങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഒടുവിലായിട്ട് ഞാൻ ചിക്കൻ മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്ത് ആ ചിക്കൻ ഫ്രാങ്ക്സ് അല്ലെങ്കിൽ സോസേജ് പീസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാനായിട്ട്. അത് അരിഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ഒരു അധികം നേരം പിന്നെ വേവിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ആ സോസേജ് അതിലേക്ക് അരിഞ്ഞ് വെച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അത് പെട്ടെന്നൊന്ന് ഈ സോസേജിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതൊന്ന് വെന്ത് വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്നുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു 2 മിനിറ്റ് അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ മസാലയൊക്കെ ഈ സോസേജായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതൊക്കെ മസാലയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കിനി എന്താ ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഈ പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുന്നതാണ്. അത് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് മാറത്തില്ല, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്നെടുത്ത് ഉപ്പ് നോക്കണം, കാരണം ഈ ഫ്രാങ്ക്സിന് തന്നെ ഉപ്പുണ്ട്, ഒരുവിധം അതിന് ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ ആ പച്ചക്കറിയൊക്കെ ഒന്ന് ഇട്ടപ്പോൾ ഉള്ള ഉപ്പേ ഉള്ളായിരുന്നു. അതിപ്പോൾ നമ്മുടെ സോസേജ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു. ഞാൻ അപ്പത്തിനോടാണ് ഇന്ന് സോസേജ് കഴിച്ചത്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത്. ലൈക്ക് ചെയ്യുകയും വേണം, ഷെയർ ചെയ്യുകയും വേണം, കമൻറ്റ് ചെയ്യുകയും വേണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.